ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ സൺഡേ സ്കൂൾ പഠിത്തവും പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സൺഡേ സ്കൂൾ പഠിത്തവും തമ്മിൽ വളരെ വ്യത്യാസം ഇന്ന് കാണുന്നുണ്ട്. എന്റെ ചെറുപ്പത്തിലാണെങ്കിൽ ചെറുപ്പം മുതലേ സൺഡേ സ്കൂൾ പഠിക്കാനും അതിന്റെ അവിടെയുള്ള എല്ലാ ക്ലാസ്സുകളിലെ ഫസ്റ്റും സെക്കൻഡുമായിട്ട് പഠിച്ച് അത് വിജയം വരിപ്പാൻ തക്കണം ബലിവനായ ദൈവം സഹായിച്ചു. ഇന്നത്തെ പോലെ ട്രോഫിയോ മറ്റുള്ള കാര്യങ്ങളല്ല, മെറ്റീരിയലായിട്ടുള്ള ഒരു സമ്മാനമെല്ലാം ബൈബിൾ സംബന്ധമായ നല്ല വചനങ്ങൾ, ജീവചരിത്രങ്ങൾ, മാതൃകാ പുരുഷന്മാരുടെ ചരിത്രങ്ങൾ, ബൈബിൾ ഇതൊക്കെയാണ് കൊടുത്ത് ജനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്ന് യാത്ര ചെയ്യുവാനായിട്ട് യാതൊരു സൗകര്യമില്ലായിരുന്ന സ്ഥാനത്ത് അതിരാവിലെ കുഞ്ഞുങ്ങളെല്ലാം കടന്നു വരികയും ഇന്ന് $1 അല്ലെങ്കിൽ $2 കൊടുക്കുന്ന സ്ഥാനത്ത് പിടിയേരി കൊടുത്ത് ഞങ്ങളെല്ലാവരും വാഴയിലേക്കകത്ത് പിടിയേരി പൊതിഞ്ഞുകൊണ്ടാണ് വന്ന് അത് അർപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ദൈവനാമത്തിൽ സ്നേഹത്തോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ആ തലമുറകളെല്ലാം അനുകരിക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ഇന്ത്യ യൂണിയൻ സൺഡേ സ്കൂളിന്റെ സെക്കൻഡായിട്ട് തിരുവല്ലായി ചെന്ന സമ്മാനം വാങ്ങിച്ചു. ആ സമ്മാനം വാങ്ങിച്ചേച്ച് ഞങ്ങൾ അല്പം ഒന്ന് നടന്നു തിരുവല്ലായി ജംഗ്ഷനിൽ. ഒറ്റ ബസ് കിട്ടിയില്ല. കോഴഞ്ചേരി വരെ ഞങ്ങൾ നടക്കേണ്ടതായിട്ട് വന്നു. 10-12 മൈൽ 15 മൈൽ. പിന്നെ അവിടെ നിന്നാണ് ബസ് കിട്ടി പോകുന്നതിന് ഇടയായി തീർന്നത്. ആത്മീയ കാര്യങ്ങളുടെ ആരാധനയിലും ഒക്കെ വളരെ സന്തോഷകരമായ നിലയിലായിരുന്നു ജീവിപ്പാൻ തക്കണം ഇടയായി തീർന്നത്. ഇന്ന് മുമ്പ് അത് സമ്മാനം വാങ്ങുവാനല്ല, ദൈവത്തോട് കൂടുതലായിട്ട് അടുത്ത് ജീവിപ്പാനും മാതൃകാപരമായ ജീവൻ നയിപ്പാനുള്ള ഒരു മുഖാന്തരമായിരുന്നു സൺഡേ സ്കൂള്. അനേക കുഞ്ഞുങ്ങൾ വഴിവിട്ട് ജീവിച്ച കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഇരിക്കുമ്പോൾ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് മാതൃകാപരമായി ജീവിപ്പാൻ ദൈവം ഇടയാക്കിയത് ഈ സൺഡേ സ്കൂൾ മുഖാന്തരമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ചെറുപ്പത്തിൽ മുതൽ സൺഡേ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി. അന്ന് ശിശു വകുപ്പ് മുതൽ ജ്യേഷ്ഠ വകുപ്പ് 12 ക്ലാസ്സാണ്. ആ 12 ക്ലാസ്സും പഠിച്ച് പിന്നെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനായി തുടങ്ങി. അന്നൊന്നും ഞാൻ രക്ഷിക്കപ്പെട്ടതില്ലായിരുന്നു. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും സഭ കൂടിയപ്പോൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാൻ തുടങ്ങി. അന്നത്തെ വിശ്വാസികളെല്ലാം കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ അയക്കുന്നത് വളരെ താല്പര്യമുള്ളവരായിരുന്നു. കാരണം അവര് വേർപെട്ട ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ അത് ഗ്രഹിച്ചിരിക്കണം എന്നുള്ള താല്പര്യത്തോടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിന് അവരയക്കുന്ന കാര്യത്തിൽ ഉത്സുകരായിരുന്നു. കുഞ്ഞുങ്ങൾ പഠിക്കും വരുന്നതിൽ 99% വളരെ കാര്യമായി പഠിക്കും. ചില ഉഴപ്പന്മാരൊക്കെ അതിനകത്ത് കാണുമ്പോൾ എല്ലാം ഉള്ളതാണ്. അങ്ങനെ ആ സൺഡേ സ്കൂളൊക്കെയും അനുഗ്രഹമായിട്ട് നടക്കുവാൻ മാതാപിതാക്കന്മാർ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സഹകരിച്ചു. അനുഗ്രഹീതമായ വാർഷിക മീറ്റിങ്ങുകളൊക്കെ നടത്തുവാൻ സഹായിച്ചു. പിള്ളേരെ കൊണ്ട് നല്ല പാട്ട്, നല്ല ഫാഷനുള്ള പല കാര്യങ്ങൾ ചെയ്യുവാനുമൊക്കെയും കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൺഡേ സ്കൂൾ വളരെ നല്ലതാണെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ സൺഡേ സ്കൂളുകളെല്ലാം മലയാളത്തിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ മലയാളത്തിൽ പഠിപ്പിക്കുന്ന വാക്യങ്ങൾ ആ കുഞ്ഞുങ്ങൾ കാണാതെ പഠിക്കുകയും അത് വന്ന് പറയുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ദൈവവചനം വായിക്കണമെന്ന് വലിയ താല്പര്യം ആ കാലങ്ങളുണ്ട്. ഇന്നത്തെ പോലെ വലിയ സൗകര്യങ്ങളോ വലിയ ഡ്രസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ആ കാലങ്ങളിലും അവർ ദൈവത്തിൻ്റെ വചനം വായിക്കാനും സൺഡേ സ്കൂളിൽ വന്ന് അത് സംബന്ധിക്കുവാനും വളരെ താല്പര്യമുള്ള കുഞ്ഞുങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് ഇതെല്ലാം ഒരു പ്രഹസനമായി തീർന്നിരിക്കുകയാണ്. സൺഡേ സ്കൂളിൽ വരുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, അവർ വല്ലതും പറഞ്ഞ് കേട്ട് വെച്ച് അവരോട് പോകുന്നു. ആ അവസ്ഥയല്ലായിരുന്നു അന്നത്തെ. അതുകൊണ്ട് അന്ന് സൺഡേ സ്കൂൾ പഠിച്ചതിൽ അനേക കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നതായിട്ട് എനിക്ക് ചരിത്രം അറിയാം. അതുകൊണ്ട് ഈ ദൈവവചനത്തോടുള്ള ഒരു ബഹുമാനം ആ പഴയ കാലത്തെ പോലെ ഇന്നില്ല എന്ന് ഖേദത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ആ ദൈവവചനമാണ് നമുക്ക് യഥാർത്ഥം എപ്പോഴും ആധാരമായിരിക്കുന്നത്. അത് ഭവനത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ്. സൺഡേ സ്കൂളിലെ ആനിവേഴ്സറിക്ക് ഞാൻ പ്രത്യേകം പറയാറുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ
ഈ സൺഡേ സ്കൂൾ തള്ളി വിടുകയല്ല. ആ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പഠിപ്പിച്ചു, വാക്യം എന്താണ്, അത് നിങ്ങൾ കാണാതെ പഠിച്ചോ, നിങ്ങൾ ദൈവവചനം വായിച്ചോ, ഇതൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് ഉത്സാഹിപ്പിക്കുന്ന ഒരു പതിവ് അന്നുണ്ടായിരുന്നു. ഇന്ന് ആ കുഞ്ഞുങ്ങളോട് എത്രമാത്രം ഇടപെടുന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്നാൽ അതൊക്കെയാണ് ആവശ്യമായിട്ടിരിക്കുന്നത്. ഈ സൺഡേ സ്കൂളിൽ പോയി ഒരു മണിക്കൂറോ മറ്റോ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ടായില്ല. അവരുടെ വീട്ടിൽ വരുമ്പോൾ ആ പഠിച്ച ഭാഗങ്ങളെക്കുറിച്ച് അവരോട് ചോദിക്കുകയും അവരെ ഒന്നുകൂടെ മനസ്സിരുത്തി പഠിപ്പിക്കുകയും അവരൊന്നുകൂടെ അത് വായിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു രീതി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നന്നതെന്ന് എനിക്ക് അഭിപ്രായം. കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവജനം പഠിപ്പിക്കണമെന്നുള്ളതായിരുന്നു ഒന്നാമത്തെ അവരുടെ ആഗ്രഹം. രണ്ടാമത്തെ കാര്യമാണ് അവരുടെ ഭാവി ഏതായിരുന്നുള്ളത് തിരഞ്ഞെടുക്കുന്നതും. ഇന്നത്തെ പോലുള്ള അന്നത്തെ സൗകര്യങ്ങളോ കാര്യങ്ങളോ ചിന്തയോ ഇല്ല. പഠിച്ചു, അവർ മിടുക്കരാണെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകും, ഈ നിലയായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം ദൈവഭക്തിയിൽ വളർത്തണമെന്നുള്ള ആഗ്രഹം അവർ കുഞ്ഞുങ്ങളുടെ വാസന ആദ്യം കൊടുക്കേണ്ടത് ദൈവജനത്തിലാണ്. ആ ദൈവം അവരെ വചനം കഴിയുമ്പോൾ അത് യഥാർത്ഥ ജ്ഞാനം ദൈവജനത്തിൽ കൂടെ ലഭിക്കുമ്പോൾ നമ്മുടെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ വികസിക്കുകയും അവരേത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് അവർ തന്നെ ആ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വാസ്തവത്തിൽ നാം വളർത്തുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒന്നാമത് അവർ ദൈവമുള്ളവരാക്കി തീർക്കുക, അല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുക. അതിനുശേഷമാണ് അവർ പഠിച്ചു വന്ന് നല്ല കാര്യങ്ങളിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം നാം ഉത്സാഹിപ്പിക്കേണ്ടത്. നമ്മുടെ മനസ്സും ആഗ്രഹവും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവമുള്ളവരായി ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി വളർന്നു വരണമെന്നുള്ള ആഗ്രഹത്തോടെ ചെയ്യുമ്പോൾ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. അവർ ദൈവമുള്ളവരായിത്തീരും. അവർ ദൈവരാജ്യത്തിന് കെട്ടുമണിക്ക് ഉപയോഗമുള്ളവരായിത്തീരും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ മനോഭാവം പഴയ കാലത്തെ പോലെ തന്നെ ഒന്നുകൂടെ നാം ശ്രദ്ധിക്കേണ്ടത് ആദ്യം ദൈവത്തെ അവന്റെ രാജ്യത്തെ അന്വേഷിക്കാം, അതോടുകൂടി സകലം നൽകി തരുമെന്ന് പറഞ്ഞ പോലെ ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നാമത്തേത് മുൻഗണന കൊടുത്താൽ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിച്ചു കൊടുക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെടും. അതിന് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു.